ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾ ആദ്യം പറഞ്ഞത് CPI ഒക്കെ അംഗീകരിക്കേണ്ടേ, കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയേണ്ടതാണ്. ഇന്ന് വന്ന വാർത്ത CPIയുടെ പല നേതാക്കളും ഇതിനകം വന്ന വാർത്തകൾ വെച്ച് തന്നെ ഈ നവകേരള രേഖയെ, അതിൻ്റെ പുതുവഴികളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടിന് ആവശ്യമുള്ളതാണ്, ഇതാണെങ്കിൽ അത് സ്വാഗതം ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ താങ്കളും സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് താങ്കളും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കേരളത്തിന് വേണ്ടിയല്ലേ എന്ന് താങ്കൾ തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ അല്പം മുമ്പ്. അതുകൊണ്ട് നമുക്കിത് അടികൂടാനുള്ള കാര്യങ്ങളല്ല, തർക്കിക്കാനുള്ളതല്ല. കേവല രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന് ആവശ്യമാണിത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്, നമ്മുടെ ആരോഗ്യ കേരളത്തിന് വേണ്ടി, അതുപോലെ നമ്മുടെ ടൂറിസ്റ്റ് സ്വപ്നങ്ങൾക്ക്, നമ്മുടെ സാമ്പത്തിക മേന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. നമുക്കറിയാം ഏത് രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്ന്. അതിനെങ്ങനെ പരമ്പരാഗത മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ പോരാ. നമുക്ക് സർക്കാരിൻ്റെ വഴികൾക്കൊക്കെ പുതിയ ചില ഡിസൈൻ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് അവതരിപ്പിക്കുമ്പോൾ അതിന് നമ്മൾ പ്രോത്സാഹനം നൽകണ്ടേ? അപ്പോൾ നകുലാലെ, ഭരിക്കുന്ന 8 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ഒരു മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ഈ രേഖ അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിരിക്കുന്ന CPM രേഖ അവതരിപ്പിച്ചെങ്കിൽ ജനങ്ങൾക്കൊരു പ്രത്യാശ വരും. 8 വർഷമായി ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി ഈ രേഖ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യം വരും. ഞാൻ അതാണ് പറഞ്ഞത്. അല്ലാതെ ഇതിലത്തെ പച്ചരാഷ്ട്രീയം എനിക്ക് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷെ ഇവിടെ ജയന്തനൊക്കെ അതിന്റെ സാമ്പത്തിക വശങ്ങളും നമ്മുടെ ജേക്കബൊക്കെ അതിന്റെ പ്രത്യയശാസ്ത്രപരമായ സമീപനമൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ പറയുകയാണ്, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയല്ല സമ്മേളനം നടത്തി നയരേഖ അവതരിപ്പിക്കുന്നത്. 8 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾക്ക് സമ്മേളനം നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അവർ കൃത്യമായി അങ്ങ് ഭരിച്ചു പോയാൽ മതി, അവരൊന്നും ചിന്തിക്കേണ്ട. പിന്നെ കേരളത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഓടിയാൽ പോരാ എന്നൊരു പാർട്ടിക്ക് നവ കേരളത്തെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നത് വളരെ നല്ലതല്ലേ? നവകേരളത്തെ കുറിച്ച് സ്വപ്നം കണ്ടിട്ട് കാര്യമില്ലല്ലോ, പ്രാവർത്തികമാക്കണ്ടേ. 8 വർഷമായല്ലോ. അപ്പൊ 2014 സ്വപ്നം കണ്ടത്. ഇത് 2025 9 വർഷമായി. അല്ല, ഇപ്പോഴും നവകേരളത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ നവകേരളത്തെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടുകളായി അവതരിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നുമുണ്ട്. അല്ല, സംസ്ഥാന സമ്മേളനത്തിലെ നേട്ടങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് ലാലിപ്പോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗോവിന്ദമാഷ് പറഞ്ഞത് എനിക്കറിയുള്ളൂ. ഗോവിന്ദമാഷ് പറഞ്ഞതില് മിനിയാന്ന് അദ്ദേഹം പറഞ്ഞത് 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ്. അത് 20 ലക്ഷം കേട്ടോ, 20 lakhs, 20 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന, തൊഴിൽ രഹിതർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞത്. ഇനി ഭരണം അവസാനിക്കാൻ 1 വർഷമേ ഉള്ളൂ. ഇത്രയും കാലം ഭരിച്ചത് 20 ലക്ഷത്തിൽ പോയിട്ട് ഒരാൾക്ക് പോലും KSRTCയിൽ 8 വർഷമായിട്ട് നിയമനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിലത്തെ പൊള്ളത്തരം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ 10 ലക്ഷം പേർക്ക് 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഉള്ള കാര്യങ്ങൾ അടുത്ത കംപ്ലീറ്റ് ആയില്ലല്ലോ കേട്ടോ. അല്ല, KSRTCയിലെ ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല 8 വർഷമായിട്ടൊന്നും ഞാൻ പറഞ്ഞുള്ളൂ. മറ്റുള്ള പിൻവാതിൽ നിയമനം ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. PSC വഴിയുള്ള നിയമനമില്ല. അതുപോലെ നമ്മുടെ നിയമനങ്ങളൊക്കെ ഏതാണ്ട് മരവിപ്പിച്ച സ്ഥിതിയിലാണ്. അതുകൊണ്ടാണല്ലോ PSCയിൽ ശമ്പളം കൂട്ടിയപ്പോ പ്രശ്നമായത്. ഇപ്പതാ നമ്മുടെ ഈ ആശാവർക്കർമാരുടെ സമരം, അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നവകേരള സദസ്സ് കാലത്ത് ഈ ഗവൺമെന്റ് ഒരു നവകേരള വഴികളിലൂടെയാണല്ലോ സഞ്ചരിച്ചത്. ആ വഴികളിലൊക്കെ എന്താ സംഭവിച്ചതെന്നുള്ളതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരിക്കുന്ന പാർട്ടി ഒരു രേഖ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ എന്ത് കിട്ടിയെന്ന ചോദ്യം വരും. ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പൊ ഇന്ന് ശ്രീ ഗോവിന്ദമാഷ് പറഞ്ഞത് എന്താണ്? അടിസ്ഥാന ജനങ്ങൾക്ക് ദ്രോഹകരമായ രീതിയിലുള്ള വിഭവ സമാഹരണം നടത്തില്ല. അപ്പൊ വിഭവ സമാഹരണത്തിലൂടെയാണല്ലോ നമ്മളെല്ലാം നടപ്പാക്കുക. ഈ വിഭവ സമാഹരണം എന്ന് ഭംഗിവാക്ക് പറഞ്ഞാലും അതിന്റെ അർത്ഥം പച്ച മലയാളത്തില് പണം പിരിക്കുക, ടാക്സ് പിരിക്കുക, സെസ് പിരിക്കുക എന്നൊക്കെ തന്നെയാണ്. അപ്പൊ അതിന് മാഷ് ഇന്നലെ 2 രൂപ ആശുപത്രികളിൽ OP ടിക്കറ്റ് വർദ്ധിപ്പിച്ച് വെച്ചപ്പോൾ 2 രൂപയല്ലേ കൂട്ടിയുള്ളതെന്ന് വെച്ചു. ഈ 2 രൂപ കൂട്ടിയപ്പോ സമരം ചെയ്തവരാണ് CPM. അപ്പൊ മാഷ് ഉത്തരം പറഞ്ഞത് അത് ഇനി സമരം ചെയ്യാമെന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ പറഞ്ഞു വരുമ്പോഴാണ് ആർക്കും വിശ്വാസം ഇല്ലാത്തത്. കേന്ദ്രം കേരളത്തിനെ ഉപരോധത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യം ശ്രീകുമാർ സാറൊന്നും അറിഞ്ഞില്ലേ?
ക്ഷമിക്കണം, 2000 നായനാർ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് അവർ പറഞ്ഞത് കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുന്നു എന്നാണ്. അത് പറയാൻ എന്തായാലും ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുന്നു എന്നുള്ളതാണ്. അത് ഇതിനു മുമ്പ് എല്ലാ പ്രാവശ്യവും പറയാറുള്ളതാണ്. അപ്പൊ അന്ന് പറഞ്ഞാൽ അല്ലാതെ ഈ BJP സർക്കാർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അന്ന് എങ്ങനെയാണോ കോൺഗ്രസ് സർക്കാർ നായനാർ സർക്കാരിനോട് പെരുമാറിയത് അതുപോലെ തന്നെ ഉള്ളൂ ഇന്നും. ആ ഒരു പറച്ചിൽ മാത്രം. അല്ലല്ലോ, BJP സർക്കാരിന്റെ കേരളത്തിലെ GST കുടിശ്ശിക കൊടുക്കാതിരുന്നപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്ത UDFന്റെ NK പ്രേമയം തന്നെയല്ല. അത് വ്യത്യാസമുണ്ട്. BJP കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് UDF നന്നായി സമരം ചെയ്തിട്ടുള്ളത് അറിയാമല്ലോ. അത് വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ആ മുദ്രാവാക്യത്തെ കുറിച്ച് പറഞ്ഞതാണ്, കേന്ദ്ര വിരുദ്ധം. അപ്പൊ അത് ഒറ്റത്തവണ തീർപ്പാക്കൽ പരിപാടിയായിരുന്നത്. തീർച്ചയായിട്ടും, കാരണം കണക്ക് കൊടുത്തു, അവര് കുടിശ്ശിക കൊടുത്തു. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരുന്നു, നമ്മൾ ചർച്ച ചെയ്ത അത് രേഖയുള്ളതല്ലേ, നയരേഖ പോലെ അല്ലല്ലോ. ഇപ്പൊ BJP പറയുന്ന രേഖയ്ക്കാണ് വിലയുള്ളത് ഈ നയരേഖയേക്കാൾ. അല്ല, BJPക്ക് ഇപ്പോൾ രേഖയില്ലല്ലോ. അവര് കേരളത്തോട് കാണിക്കുന്ന അവഗണന വളരെ മോശമല്ലേ. വയനാട് നമുക്ക് ഉദാഹരണമല്ലേ. ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രമാണോ പറയുന്നത് ശരിയാണോ, കേന്ദ്രമാണോ കേരളമാണോ പറയുന്നത് ശരിയെന്നാണ് ഇപ്പൊ ജനം ചോദിക്കുന്നത്. ആരാ പറയുന്നത് ശരിയെന്നുള്ളത് കേന്ദ്രവും കേരളവും വ്യക്തമാകട്ടെ. അതെ, അപ്പൊ അതൊക്കെ വ്യക്തമായി വരുമ്പോഴും കേരളത്തിനൊരു ഭാവി വേണം, കേരളത്തിന് മുന്നോട്ട് പോകണം, പുതിയ വഴികൾ നമുക്ക് വേണം എന്നാണ്. കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും സാമൂഹ്യ നീതിയുടെ കാര്യത്തിലാണെങ്കിലും സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വന്യജീവി ആക്രമണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ പുതിയ വഴികളിലൂടെ പോയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് ഡേറ്റ വെച്ച്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡേറ്റ വെച്ച് പറയുന്നു. അതിന് ആ നയം ഇപ്പോൾ രൂപീകരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള വഴികൾ ഓരോ കാലഘട്ടത്തിലും സംസാരിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകും. അത് അല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ സമ്മേളനങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമമായ ഒരു കാര്യം. അല്ല, ഞാൻ പറഞ്ഞ ഒരു പാർട്ടിക്ക് അവരുടെ സമ്മേളനത്തില് ഏത് രേഖ വേണേ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്നത് ഭരിക്കുന്ന പാർട്ടി ഒരു സമ്മേളനം നടത്തുമ്പോൾ 8 വർഷമായിട്ട് അവർ മുമ്പുണ്ടാക്കിയ രേഖയിലെ ഏത് കാര്യമാണ് നടപ്പാക്കിയെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരുന്നതാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ രേഖ ജലരേഖയാണെന്ന് പറഞ്ഞത്. പക്ഷെ താങ്കൾ ഒന്നുകൂടി പറഞ്ഞു, പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ അത് ചെയ്യാമായിരുന്നു, അതിൽ അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് ഇങ്ങനെ ഒരു രേഖ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്, പ്രതിപക്ഷത്തിരിക്കുന്ന CPM ഇപ്പൊ ഒരു സമ്മേളനം നടത്തിയിട്ട് നയരേഖ അവതരിപ്പിച്ച ഒരു പ്രത്യാശ ജനങ്ങൾക്ക് ഉണ്ടാവും. അവരത് ചെയ്യുന്നില്ലല്ലോ. താങ്കൾ ഇത് പറയുന്നത് കേട്ടിട്ടെങ്കിൽ അവര് ഒന്ന് അതിലേക്ക് വരണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.